നീമത്തിന് ഏലസ് എന്ന് പറയും. ഏലസിലെ ഖുർആൻ ഓതിയിട്ട് അദ്കാറുകളും തഹസ്സുനിന്റെ വാക്കുകളൊക്കെ എഴുതിയിട്ട് കിട്ടുന്നത്. ഏലസ് കെട്ടിൽ നിബിതങ്ങൾ നിരോധിച്ചു എന്ന് പറയുന്ന ഹദീത്തൊക്കെ ഷിർക്കുമായി ബന്ധമുള്ള ഏലസുകൾ എന്നാണെന്ന് ആ ഹദീത്തിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ അങ്ങനെ പറയാതെ ഹറാമാണ്, അത് അങ്ങനെയാണ് ഷിർക്കാണെന്നാണ്. അപ്പോൾ രണ്ട് തരം ഏലസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഷിർക്കായ ഒരു ഏലസുണ്ട്, ഷിർക്കല്ലാത്ത ഒരു ഏലസുണ്ട്. ഹറാമായതുണ്ട്, ഹറാമല്ലാത്തതുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇസ്ലാമികമായിട്ടുള്ള മാനം? ഏലസിനെ കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത്? രണ്ടെണ്ണം ഉണ്ടോ? അതല്ല എന്താണ് വിഷയം? ശരിക്ക് ഏലസ് എന്നതിന് തെമീമത്ത് എന്നാണ് പ്രയോഗിക്കപ്പെട്ട വാക്ക്. ഇപ്പോൾ സാധാരണക്കാർക്ക് തോന്നാലോ ഒരിക്കൽ ഏലസ് അല്ലെങ്കിൽ ഐക്കല്ല് എന്നുള്ള അറിവുണ്ടാവുള്ളൂ. വ്യത്യസ്തങ്ങളായ നിർവചനങ്ങൾ പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തെമീമത്ത് എന്ന് പറഞ്ഞാൽ അത് രോഗികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഒക്കെ മേത്ത് അവരെ ബാധിച്ച ദോഷങ്ങൾ മാറാൻ വേണ്ടി ലിദഫിൽ ബലായി ഔ റഫ്ഇ, അവരെ ബാധിച്ച ദോഷങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി കെട്ടിത്തൂക്കുന്നൊരു സംഗതി എന്നുള്ളതാണ് ഏലസിൻ്റെ നിർവചനമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ആളുകൾ കൊണ്ടു നടക്കുന്നത്. ആരെങ്കിലുമൊക്കെ എഴുതിത്തരുന്നത് കെട്ടിത്തരുന്നത് ഇങ്ങനെ ശരീരവുമായി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാധിച്ച പ്രശ്നങ്ങളൊക്കെ മാറും എന്ന കാഴ്ചപ്പാടിലാണ് സമൂഹത്തിൽ ഇത് വ്യാപകമായിട്ട് കാണുന്നത്. ഇവിടെ എന്താ വെച്ചാൽ ഒരു ആത്മീയ ചൂഷണത്തിൻ്റെ വലിയൊരു വഴിയാണിത്. ഭയങ്കരമായ സാമ്പത്തിക ചൂഷണം, അതേപോലെ തന്നെ വിശ്വാസപരമായി സമൂഹം വഞ്ചിക്കപ്പെടാനും കബളിപ്പിക്കപ്പെടാനും ഇതൊരു വലിയ കാരണമാണ്. കാരണം ആളുകൾ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റപ്പെടുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകൾ പോകുന്ന ഒരവസ്ഥ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പൊതുവായി നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരു സംശയത്തിന് ഇടവില്ലാത്ത വിധാനത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന റുക്ക വത്തമായും വത്തിവിലത്ത ഷിർക്കുൻ. അപ്പോൾ ഇതിൽ തിവിലത്തമായും എന്ന പ്രയോഗം, അതായത് ഏലസ് പോലുള്ള കാര്യങ്ങൾ അത് ഷിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ്. അപ്പോൾ അത് പൊതുവായ അറിയിപ്പാണ്. ഇനി അതിന് പ്രത്യേകമായ അറിയിപ്പില്ല. ഒന്ന്. രണ്ട്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒരു സംഘം 9 ആളുകളുള്ള ഒരു സംഘം വന്നു. അങ്ങനെ ആ 9 ആളുകളുമായിട്ട് ബൈഅത്ത് എടുത്തപ്പോൾ വാംസഖാൻ വാഹിദ്, ഒരാൾ ബൈഅത്തിന് നബി സല്ലല്ലാഹു തടഞ്ഞു വെച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഒരാളെ നിങ്ങൾ ഒഴിവാക്കിയാലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്ന അലൈഹി തമീമ, അവൻ്റെ മേലെന്തുണ്ട്, ഏലസ് ഉണ്ട്. അങ്ങനെ അത് കൈ കൊണ്ട് മുറിച്ചു മാറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് എടുത്തു. എന്നിട്ട് പറയാണ്, മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, തമീമത്ത് ആരെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ അവൻ ഷിർക്ക് ചെയ്തു എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. മറ്റൊരു സംഭവം ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നത് കാണാം, റുവൈഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എനിക്ക് ശേഷം കുറേ കാലം ജീവിക്കും. അപ്പോൾ ജനങ്ങളോട് നിങ്ങൾ അറിയിച്ചു കൊടുക്കണം, ഒന്ന് ഈ താടി പ്രത്യേക കെട്ടിട്ടുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും, അപ്പോൾ അവരോട് പറയണം. അതേപോലെ തന്നെ തക്കല്ലത വത്തറൻ, തമീമത്ത് കെട്ടി നടക്കുന്ന ആളുകളോട് പറയണം. അതേപോലെ തന്നെ കാഷ്ടവും മറ്റൊക്കെ എല്ലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശൗച്യം ചെയ്യുന്ന ആളുകളോട് പറയണം, ഫഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീഉം മിൻഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആളാണ്, അതുമായി ബന്ധമില്ലാത്ത ആളാണ് എന്നറിയിക്കണം. ഒരുപാട് ഹദീസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തെമീമത്ത്, ഈ ഏലസ് കെട്ടുക എന്ന സംഗതി അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തേണ്ട സംഗതിയല്ല എന്നാണ് ഈ ഹദീസുകളൊക്കെ ബോധ്യമാക്കുന്നത്. ഇനി നമ്മുടെ പൂർവികരുടെ ഇപ്പോൾ ഇതൊക്കെ ആളുകൾ പറയൽ ബാധിച്ച അസുഖം മാറാനാണ്, അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾ മാറിക്കിട്ടാനാണ്, മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുക. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥനകൾ ജീവിതവുമായി ബന്ധപ്പെടുത്താതെ ഇസ്ലാം പറയാത്തതും പ്രോത്സാഹിപ്പിക്കാത്തതുമായ വഴികളാണ് എന്ത് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. ഇപ്പോൾ മഹാനായ ഇബ്രാഹിം അൻ-നഖഈ താബിഈങ്ങളുടെ പ്രധാനിയായ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് മുഗീറ റഹിമഹുല്ലാഹ് ചോദിച്ചതായിട്ട് കാണാം, എന്നെ പനി ബാധിച്ചിട്ടുണ്ട്, അപ്പോൾ ആ പനി ബാധിച്ചത് മാറിക്കിട്ടാൻ വേണ്ടി എൻ്റെ കയ്യിൽ യാൻ ആറുകൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം എന്ന ആയത്ത് കെട്ടിത്തൂക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഫകരിഹ ദാലിക, അത് വെറുത്തു എന്നാണ്, അത് പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പോൾ രോഗം മാറിക്കിട്ടാൻ വേണ്ടി ഇത്തരം സംഗതികൾ കെട്ടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇസ്ലാമികമല്ല എന്ന് വരെ സംഭവം സൂചിപ്പിച്ചതാണ്. ഇനി മാത്രമല്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ക്ലിപ്പിൽ കേട്ട പോലെ തന്നെ അദ്കാറുകളും ആയത്തുകളൊക്കെ കെട്ടിവെക്കലാണ്. ശരിക്കും ഇന്നൊക്കെ നാട്ടിലുള്ള ഏലസ് പൊളിച്ചു നോക്കിയാൽ ഒരായത്തിൻ്റെ പൂർണ്ണത മര്യാദക്കയിലും കാണില്ല. അതായത് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ അല്ലെങ്കിൽ ആരുടെങ്കിലുമൊക്കെ പേരുകൾ, അതല്ലെങ്കിൽ ഷിർക്ക് കയറുന്ന കുറേ യാ റസൂൽ, യാ ഷെയ്ഖ് എന്നുള്ള വിളികൾ, ഇതൊക്കെ അങ്ങനത്തെ കുറേ വരിയും കുറി അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ കാര്യമായിട്ട് കാണുക. പിന്നെ അതുമല്ല, ഇത് പ്രത്യേകം ബോർഡൊക്കെ വെച്ച ആളുകൾ ഇരിക്കുകയാണ്. ഇവിടെ വന്നാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടെന്നുള്ള വലിയ ബോർഡൊക്കെ വെച്ചിട്ട് അതിന് വിലയൊക്കെ നിശ്ചയിച്ച് ബില്ലൊക്കെ അടച്ചുള്ള പരിപാടിയാണ് ഇന്ന് കാണുന്നത്. ആ ജാഹിലിയത്തിലെ ഏലസ് സമ്പ്രദായം തന്നെയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അത് തുറന്നു നോക്കിയാൽ തന്നെ അറിയാം, അത് ഈ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ആയത്തോ ആണെന്നൊന്നും കിട്ടൂല. അപ്പോൾ ആ പറഞ്ഞ ഒപ്പിക്കലാണ് ശരിക്കും ഏലസ് എന്നുള്ള ചൂഷണ മാർഗ്ഗം വികസിപ്പിക്കാനുള്ള ഒരു ഒപ്പിക്കൽ സംസാരമാണത്. അല്ലാതെ അതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന് ലാ യർജൂന സിവാഹു, നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത് അള്ളാഹുവിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പിന്നാലെ പോകുന്ന ആളുകൾക്ക് പ്രതീക്ഷ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൽ നിന്ന് പോകും. ഒന്ന്. രണ്ട്, വലാ യഖ്സുദൂന ഇല്ലാ ഇയ്യാഹു, നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിനെയാണ്. ഇവിടെ നടക്കുക ഏതെങ്കിലും ഉസ്താദി ലക്ഷ്യം വെക്കും, അല്ലെങ്കിൽ തങ്ങളെ ലക്ഷ്യം വെക്കും, ഏതെങ്കിലും സിദ്ധ ലക്ഷ്യം വെക്കും, ഏതെങ്കിലും ഒരു കേന്ദ്രം, ആ കേന്ദ്രത്തിൽ പോയാൽ അവിടെ ചെന്നാൽ ഇത് മാറുന്നുള്ള മനോഭാവം. വലാ യലൂദൂന ഇല്ലാ ബി ജാനിബിഹി, അള്ളാഹുവിനോടല്ലാതെ അവർ അഭയം തേടൂല. വലാ യത്ലുബൂന ഹവായിജ ഇല്ലാ മിൻഹു, അവരാവശ്യങ്ങൾ അള്ളാഹുവിനോടാണ് അവർ തേടുക. വലാ യർഗബൂന ഇല്ലാ ഇലൈഹി, അള്ളാഹുവിലേക്കാണ് അവർ ആഗ്രഹം വെച്ചുകൊണ്ട് ചെല്ലുക. അപ്പോൾ തവക്കുലിൻ്റെ ശരിയായ അതിൽ നിന്ന് ആളുകളെ തെറ്റിച്ചിട്ട് ഇങ്ങനത്തെ കുറേ ഇസ്ലാം പറയാത്ത, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത, ഇസ്ലാം ഷിർക്ക് എന്ന് പറഞ്ഞതിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അതിനെ ന്യായീകരിക്കാനാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുന്നത്.